ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എത്ര പേർ ഇന്ന് പകലിലും ദൈവിക സമാധാനത്തോടും ദൈവിക സന്തോഷത്തോടും ദൈവിക സ്നേഹത്തോടും കൂടി ആയിരിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ദൈവിക സ്നേഹവും നമ്മുടെ അകത്ത് ക്രിസ്തു പകർന്നിട്ടുണ്ട്. ഇന്ന് പകലിൽ അതൊന്ന് മനസ്സിലാക്കണം എൻ്റെ പ്രിയ സഹോദരങ്ങളെ. ഈ ദിവസങ്ങൾ തുടർമാനമായി ദൈവ സ്നേഹത്തിന്റെ മെസ്സേജുകളാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നത്. ഈ ബൈബിളിൽ 66 പുസ്തകത്തിനകത്ത് ഏദേൻ തോട്ടം മുതൽ, അതായത് ആദാം മുതൽ ഇങ്ങ് വെളിപ്പാട് പുസ്തകം വരെ പലയിടത്തും ദൈവ സ്നേഹത്തിന്റെ മാസ്പരികമായ സ്പന്ദനം, സ്പർശനം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഓരോ വാക്യങ്ങളിലും ദൈവത്തിന്റെ സ്നേഹത്തെ ദൈവം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തു ജീവിതം ഒരു ദൈവിക സ്നേഹത്തിന്റെ ജീവിതമാണ്. ഒരു ദൈവിക സമാധാനത്തിന്റെ ജീവിതമാണ്, ഒരു ദൈവിക സന്തോഷത്തിന്റെ ജീവിതമാണ്. ജാതികൾക്ക് ഇല്ലാത്തത് നമ്മുടെ അകത്ത് ദൈവം പകർന്നിട്ടുണ്ട്. ഏത് പ്രതിസന്ധി വന്നാലും, പ്രതികൂലം വന്നാലും, ഏത് വിധത്തിലുള്ള പ്രയാസങ്ങൾ വന്നാലും ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവവൈദ്യന്റെ മുഖത്തെപ്പോഴും ദൈവിക സന്തോഷമുണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ മുഖത്തെ മുരടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്ന ആ മുഖത്തെ എടുത്തു മാറ്റിയിട്ട് ദൈവിക സന്തോഷത്തോടു കൂടി ഓരോ മെസ്സേജും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനവും സന്തോഷം കൊണ്ടുവരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ ദിവസങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു സ്നേഹത്തിന്റെ സന്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് ഇതാ കൊണ്ടുവരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. ആമേൻ. സ്തോത്രം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാളും തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യം വായിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. ആമേൻ. യേശു കർത്താവ് വളരെ വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന കൽപ്പന. ആമേൻ. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിൽ വളരെ വ്യക്തമായി അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഈ ജീവിതം ഞാൻ പങ്കുവെക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നമ്മൾ ഈ ലോകത്തിൽ എത്ര കാലം ജീവിക്കുമെന്ന് അറിയത്തില്ല. ജീവിച്ച കാലം ചിലപ്പോൾ ജീവിതത്തിന്റെ പകുതി കഴിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഇനി എത്ര ദിവസങ്ങളും മാസങ്ങളും മണിക്കൂറുകളും ഈ ലോകത്ത് നാം കാണുമെന്ന് അറിയത്തില്ല. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വിരൽ ചൂണ്ടാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് കയ്പും അവർക്ക് ഈർഷ്യമുള്ളവരാക്കി മാറ്റാൻ നമ്മൾ അനുവദിക്കാതെ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, അവരെ കരുതുവാൻ, അവരെ സംരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മുടെ കൈകൊണ്ട് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് ക്രിസ്തു വളർന്നു വന്നുകൊണ്ടിരിക്കുക. അനേകം പേർക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ട്. അനേകം പേർക്ക് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് മണിക്കൂറുകളോളം പ്രസംഗിക്കാൻ പറ്റും. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് വന്നിട്ടുണ്ടായിരിക്കത്തില്ല. ചിലപ്പോൾ അവർ സ്റ്റേജിൽ നന്നായിട്ട് പ്രസംഗിക്കുമായിരിക്കാം. പക്ഷെ ഒരു വിശ്വാസി സമൂഹത്തിന് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ചിലപ്പോൾ കണ്ടില്ല എന്ന് നടിച്ചു കളയും. അങ്ങനെയുള്ള അനേകം പേരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നാൽ, അത് ഏത് ജാതി ആയിക്കോട്ടെ, മതമായിക്കോട്ടെ, വർഗമായിക്കോട്ടെ, നിറമായിക്കോട്ടെ, കറുത്തവനായിക്കോട്ടെ, വെളുത്തവനായിക്കോട്ടെ, ഏത് കുലത്തിൽപ്പെട്ടവനാണെങ്കിലും അവൻ ഒരു നേരത്തെ അന്നത്തിനുള്ള വക നമ്മുടെ കൈകൊണ്ട് കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ അകത്താണ് യഥാർത്ഥ ക്രിസ്തു വളരുന്നത്. സ്തോത്രം. അതുകൊണ്ട് യേശു പറഞ്ഞത് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. യേശുവിനെ വിമർശിച്ച പരീക്ഷന്മാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു, മതപണ്ഡിതന്മാരുണ്ടായിരുന്നു, റോമ ഗവൺമെന്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റു വിധത്തിലുള്ള ആ രാജ്യത്തിന്റെ സംവിധാനത്തിലുള്ള ജനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആരോടും യേശു വിദ്വേഷം പ്രകടിപ്പിച്ചില്ല. എന്തെന്നറിയാമോ? യേശുവിന് അറിയാം ഞാൻ ആരാകുന്നു എന്ന്. ദൈവത്തിന്റെ പൈതലാണോ അവന്റെ അകത്ത് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടും. ആമേൻ. ദൈവത്തിന്റെ പൈതലാണോ ദൈവത്തിന്റെ
സ്നേഹം അവന്റെ അകത്ത് വെളിപ്പെടും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, തേനീച്ച എന്ന് പറയുന്ന അതിനകത്ത് തേൻ മാത്രമേ കാണത്തുള്ളൂ. കാരണം അതിനകത്ത് ഒരിക്കലും കയ്പ് കാണത്തില്ല, മധുരം മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ ആയിരിക്കണം ഒരു ദൈവ പൈതലിന്റെ ജീവിതം. അവന്റെ അകത്തുനിന്ന് ദൈവ സ്നേഹം പുറത്തു വരണം. അവൻ 7 പ്രാവശ്യം തീച്ചൂളയ്ക്കകത്ത് കൂടി കടന്നു പോയാലും 8ാം പ്രാവശ്യം പൊന്നുപോലെ അത് പുറത്തു വരുന്നത് പോലെ നമ്മുടെ അകത്ത് നിന്നും വെള്ളി താലത്തിലിരിക്കുന്ന പൊന്നാരങ്ങയെ പോലെയുള്ള ദൈവസ്നേഹം പുറത്തു വരുമ്പോൾ നാം പോലും അറിയാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഉള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇതാ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് യേശു പഠിപ്പിച്ചതിന്റെ കാരണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരായി തീരുവാൻ ഈ ദിവസങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ, അതിനായി സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരായി തീരുക.